നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്റർ മയാമിയും അൽ അഹിലിയും തമ്മിൽ സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണല്ലോ. കിടലൻ പോരാട്ടമായിരുന്നു. ആദ്യ പകുതി അൽ അഹിലി ആധിപത്യം പുലർത്തിയെങ്കിൽ രണ്ടാം പകുതി ഇന്റർ മയാമി പൊളിച്ചടുക്കി. ആദ്യ പകുതി ഇന്റർ മയാമി ഗോൾ കീപ്പർ മിന്നിയെങ്കിൽ രണ്ടാം പകുതി അൽ അഹിലി ഗോൾ കീപ്പർ മിന്നി. രണ്ട് ടീമിലെയും ഗോൾ കീപ്പർമാർ പൊളിച്ചടുക്കിയ മത്സരത്തിൽ മെസ്സിയുടെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ആദ്യം ഗോൾ കീപ്പർമാരെ കുറിച്ച് പറഞ്ഞു പോവാതിരിക്കാനാവില്ല. ഈ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കിട്ടിയത് ഇന്റർ മയാമിയുടെ ഗോൾ കീപ്പർ ഓസ്കാർ ഉസ്റ്റാരിക്കാണ്. അദ്ദേഹം പെനാൽറ്റി സേവ് അടക്കം 8 സേവുകളാണ് നടത്തിയത്. ഇൻസൈഡ് ദി ബോക്സിൽ നിന്ന് 5 സേവുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നേരെ വന്ന ഷോട്ടുകളൊക്കെ അദ്ദേഹം സേവ് ചെയ്തു. അതായത് 100% ബോൾ സേവ്ഡിൻ്റെ കണക്ക്. 7 സക്സസ്ഫുൾ ലോങ് ബോളുകൾ അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. sofascore.com അദ്ദേഹത്തിന് നൽകിയ റേറ്റിംഗ് 9.7 ആയിരുന്നു. രണ്ടാം പകുതിയിൽ മിന്നും പ്രകടനം നടത്തിയ അൽ അഹ്ലിയുടെ ഗോൾ കീപ്പറെ കുറിച്ചും പറയാതിരിക്കാനാവില്ല. മുഹമ്മദ് എൽ ഷനാവി എന്ന ഗോൾ കീപ്പർ 5 സേവുകളാണ് നടത്തിയത്. അവസാന ഘട്ടത്തിൽ മെസ്സിയുടെ ഒരു ഷോട്ടൊക്കെ ഉണ്ട്. അത് കിടിലൻ സേവാണ് അദ്ദേഹം നടത്തിയത്. 3 സേവുകൾ ഇൻസൈഡ് ദി ബോക്സിൽ നിന്നായിരുന്നു. അദ്ദേഹത്തിന് നേരെ വന്ന ഷോട്ടുകളൊക്കെ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട്. 100% ബോൾ സേവ്ഡ്. 8 ലോങ് ബോളുകൾ സക്സസ്ഫുൾ ആയിട്ട് അദ്ദേഹം കൊടുത്തു. 8.6 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. സോ ഗോൾ കീപ്പർമാർ കൊണ്ടുപോയ കളിയിൽ മെസ്സിയും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. മെസ്സിയുടെ പ്രകടനം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 90 മിനിറ്റ് കളിച്ച മെസ്സി ഗോളും അസിസ്റ്റും ഇല്ലെങ്കിലും 2 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ, 2 ഓഫ് ടാർഗറ്റ് ഷോട്ടുകൾ, ഒരു ഷോട്ട് അദ്ദേഹത്തിന് ബ്ലോക്ക് ചെയ്തു. 3 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകളിൽ 4 എണ്ണം സക്സസ്ഫുള്ളായി. 2 തവണ വുഡ് വർക്കിൽ ഹിറ്റ് ചെയ്തു. അതിൽ ആ അവസാന ഘട്ടത്തിലെ പെനാൽറ്റിക്ക് എടുത്ത് മെസ്സി എന്ന ബോൾ സ്വീകരിച്ചുകൊണ്ട് തൊടുക്കുന്നൊരു ഷോട്ടുണ്ട്. അത് ഗോളാവുകയായിരുന്നെങ്കിൽ വല്ലാത്തൊരു മാജിക്കൽ മൊമെൻ്റ് ആവുമായിരുന്നു. പക്ഷേ ഗോൾ കീപ്പർ അത് തടഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സേവ് ബാറിൽ അടിച്ചുകൊണ്ടാണ് ബോൾ പുറത്തേക്ക് പോയത്. അപ്പോൾ അങ്ങനെയുള്ള ശ്രമങ്ങൾ മെസ്സിയുടെ ഭാഗത്ത് നമ്മൾ കണ്ടു. 76 ടച്ചുകൾ മെസ്സി നടത്തി. ആക്യുറേറ്റ് പാസുകൾ 42 പാസുകളിൽ 31 ലക്ഷ്യത്തിലേക്ക്, അതായത് 74% പാസിംഗ് ആക്യുറസി. 2 കീ പാസുകൾ ഉണ്ടായിരുന്നു. 8 ക്രോസുകൾ കൊടുത്തതിൽ 3 എണ്ണം സക്സസ്ഫുള്ളായി. 4 ലോങ് ബോളുകൾ കൊടുത്തതിൽ 2 എണ്ണം സക്സസ്ഫുള്ളായി. ഒരു ബിഗ് ചാൻസ് ആണ് ലിയോ മെസ്സി ക്രിയേറ്റ് ചെയ്തത്. 18 ഗ്രൗണ്ട് ഡ്യൂവൽസ് ഉണ്ടായിരുന്നു. അതിൽ 8 എണ്ണം വിൻ ചെയ്തു. അതുപോലെ 3 തവണ അദ്ദേഹം ഫൗൾ ചെയ്ത് വീണു. ഒരു ഘട്ടത്തിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫൗള് എതിരാളിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ആ തരത്തിലുള്ളൊരു ആക്ഷനിലേക്കൊന്നും റഫറി പോയില്ല. ഏതായാലും മത്സരം ഗോൾ രഹിത സമനിലയായിരിക്കുകയാണ്. മെസ്സി മികച്ച പ്രകടനം നടത്തിയെന്ന് പറയുമ്പോഴും മറുഭാഗത്ത് സുവാരസിൻ്റെ കാര്യത്തിൽ സുവാരസ് മോശമല്ല, പക്ഷേ 90 മിനിറ്റ് കളിക്കാനൊന്നും സുവാരസിനെ കൊണ്ട് കഴിയില്ല എന്ന് വീണ്ടും തെളിയിക്കപ്പെട്ട ഒരു മത്സരമാണിത്. വരും മത്സരങ്ങളിൽ ഇന്റർ മയാമി കൂടുതൽ മികവിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.